അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ ജാവ് നടക്കണത്തെ അദ്ഭുതം എന്തെല്ലാമായിട്ടിക്കടെ. ലൈലത്തുൽ ഖദറിന്റെ എങ്ങനെയായിട്ടിക്കടെ ನಂಗೆ ಗೊತ್ತಾವಡದೆ. ലൈലത്തുൽ ഖദർ ನಂಗಿട്ടോ കാണുമെന്തരായിട്ടിക്കടെ. ഈ എല്ലാ വിഷയമായിട്ടിക്കടെ ഇൻ്റെ നാനുകളൊട്ടിಗೆ ചൊല്ലದೆ. പരിശുദ്ധമായ റമദാൻ തിങ്കളിതാ ഞങ്ങളെ വിട്ടുപോകുക റെഡിയായ ഉണ്ടോ. റബ്ബ് ഇത്ര നാൾ ഞങ്ങൾ ആക്കിയ ഞങ്ങൾ പിടിച്ച നോമ്പ് നിസ്കാര എല്ലാ ഇബാദത്തും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പടച്ച റബ്ബ് ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇനിയും ചൊമ്മ റമദാൻ കൂടുതൽ തൗഫീഖ് റബ്ബ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊമ്മ താൽമാറു ചൊമ്മ വിഷയം ചൊന്നിട്ട് ദ്വാർക്കൊണ്ടിട്ട് വസീയത്താക്കിയുള്ള റബ്ബ് അങ്ങനെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം യജമാനനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ ഒരു നാൾ സ്വഹാബത്തുൽ കിറാമുക ബനോ ഇസ്രായേൽപ്പെട്ട വലിയൊരു മഹാൻ ശംഊനുൽ ഗാസി ചൊല്ലിക്കത്തെ വലിയൊരു മഹാന്റെ സ്റ്റോറി ചരിത്രം ഇങ്ങനെ ചൊന്നു കൊടുത്തുകൊണ്ടുണ്ട്. ആ മഹാൻ ദീനഗബേനായിട്ട് ഇസ്ലാമബേനായിട്ട് 1-2 വർഷമല്ല 1000 വർഷക്കാലമായിട്ട് ഇക്കടെ യുദ്ധാക്കിടത് ജിഹാദാക്കിടത് ഈ എല്ലാ സ്റ്റോറി മുത്തുനബി തങ്ങൾ ചൊല്ലുമ്പോൾ ഫബകാ സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുൽ കിറാമുടെ കണ്ണിൽ ഇങ്ങനെ തന്നി ഉൾകൊടുത്ത് കാണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങേക്കടല്ല സ്വഹാബത്തെ എന്തുകായിട്ടിക്കട് ശംഊനുൽ ഗാസി ചൊല്ലിക്കത്തെ ആ ഒരു മഹാന്റെ വിഷയം ചൊല്ലുമ്പോൾ നിങ്ങൾ എന്തുകായിട്ടിക്കട് ഉൾപ്പെടുന്നത് അപ്പായിട്ടിക്കട് സ്വഹാബത്തുൽ കിറാമ ചൊല്ലത് ഹബീബായ തങ്ങളെ 1000 വർഷക്കാല ദീനഗബേനായിട്ട് ഇസ്ലാമിയനായിട്ട് യുദ്ധാക്കിയ അങ്ങനെ പ്രതിഫലം എത്ര ആയിട്ടിക്കോ. ഞങ്ങളെ ഈ ചെറിയ ആയുസ് അല്ലെ അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. ഞങ്ങളതാ നിങ്ങളെ ഉമ്മത്തിലെ ആയുസ് 60-70 മധ്യത്തിൽ നിങ്ങൾ ചൊന്നിടാറല്ലേ. ഈ ചെറിയ ആയുസ്സിൽ ഞങ്ങൾ ആക്കടെ ഇബാദത്ത് വാട് അങ്ങ് 1000 വർഷക്കാലം ആക്കടെ ഇബാദത്ത് കമ്പയർ ആക്കുമ്പോൾ ഞങ്ങളെ ഇബാദത്ത് ഞങ്ങളെ ഇബാദത്തിന് എതിരിൽ എന്തുമല്ലല്ലേ നബിയെന്ന് ചൊല്ലുമ്പോഴത്തേക്കായിട്ടിക്കടെ മഹാനായിട്ടുള്ള റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ടതാ പരിശുദ്ധമായ സൂറത്തുൽ ഖദർ ഇങ്ങനെ ഓതിക്കൊടുക്കടെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നബിയെ നിങ്ങളെ സമുദായ സ്വഹാബത്ത് ബേജാറാവുടെ അകത്തിയില്ല. ഒരു ജാവ് നിങ്ങൾക്ക് എങ്ങനത്തെ ജാവായിട്ടിക്കടെ ഖൈറും മിൻ അൽഫി ശഹർ ഏകദേശം 1000 തിങ്കൾ ഇബാദത്തെടുത്തതിനേക്കാളും ഖൈറായ ഗണിക്കത്തെ ഒരു ജാവ് ഇതാ നിങ്ങൾക്ക് റബ്ബ് തന്നറ. ആ ജാവുടെ പേരായിട്ടിക്കടെ ലൈലത്തുൽ ഖദർ ചൊല്ലി ഗണിക്കത്തെ ശ്രേഷ്ഠമായ ജാവ്. അണ്ടത്തെ ജാവ് എടുക്കട ഒരു ഇബാദത്തുക 1000 തിങ്ങലിലേക്കാളും 1000 തിങ്ങളുണ്ടല്ലോ ചൊന്ന് 1000 തിങ്ങലിലേക്കാളും അത് 2000 തിങ്കളാവാ 3000 തിങ്കളാവാ അത്രമാത്രം വലിയ പ്രതിഫലമായിട്ട് ഇവിടെ റബ്ബ് വെച്ചിടേണ്ടേ. അതാ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായിട്ട് വന്നിട്ട് എത്ര ശ്രേഷ്ഠമായ ജാവായിട്ട് ഇവിടെ ലൈലത്തുൽ ഖദർ ചൊല്ലി എനിക്കത്തെ ആ ഒരു ശ്രേഷ്ഠമായ ജാവ് എന്തിനായിട്ട് ഇവിടെ ആ ജാവുടെ പ്രത്യേകത ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധമായ ഖുർആന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നിട്ട് 1-ാം ആകാശത്തേക്ക് റബ്ബ് ഇറക്കിയത് ഈ ഒരു ലൈലത്തുൽ ഖദർ ജാവുലായിട്ടിക്കടെ. പിന്നെ എന്തിനായിട്ടിക്കടെ അതൊരു പ്രത്യേകത തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. മലായികത്തുൽ കിറാം ഇറങ്ങി വണ്ടാർ. മലായികത്തുൽ കിറാം മാത്രമല്ല മലക്കൽ ലീഡറായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി ഇറങ്ങി വണ്ടിക്കത്തെ ഒരു ജാവും കൂടിയായിട്ടിക്കടെ. ഒരു നാലതാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്തായൽ പിന്നെ അതാ മദീനത്തുള്ള ഓരോരുത്തരും വലിയ ബേജാറിലായിട്ടിക്കടെ ഉള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ കിടാവായിട്ടിക്കുമ്പോത്തുക ഒരു 6 വയസ്സ് ആമിന ബീവിയെ അണ്ട് ഹിദ്മത്താക്കി എനിക്കത്തെ അണ്ടത്തെ അവിടുത്തെ ഒരു സർവൻ്റായിട്ട് എനിക്കത്തെ ഉമ്മ ആയിട്ടിക്കടെ ഉമ്മ ഐമൻ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലി എനിക്കത്തെ ആ ഒരു ഉമ്മ വലിയ ബേജാറിലായിട്ടിക്കടെ ഉള്ളത്. ഒരു നാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മ ഐമൻ ചൊല്ലി എനിക്കത്തെ ആ ഉമ്മയുടെ ഔത്തുക പോയിട്ട് ആ ബത്തുകോ ആ ഉമ്മ ഇങ്ങനെ ദുഃഖത്തിൽ ബേജാറിൽ ഇങ്ങനെ വിൽപ്പിട്ടുകൊണ്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനാക്കടെ. അപ്പം ഈ ഉമ്മ ചൊല്ലോ നബി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോയ വഫാത്തായ ബേജാറ് മാത്രമല്ല നബി തങ്ങ ഊടയിക്കുമ്പോൾ നബി തങ്ങ ഒന്ന് ബേജാറാകുമ്പോത്തുകോ നബി തങ്ങ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോത്തുകോ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മേൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോത്തുകോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പം ഇറങ്ങി വന്നുകൊണ്ടിരുന്നല്ലേ. പക്ഷെ ആ ഒരു ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ ബന്ധത
ചൊല്ലിയത് അതും കൂടി സ്റ്റോപ്പായി പോയിത്തല്ലേ ചൊല്ലുമ്പോഴത്തേക്കോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുക, ഇല്ല ഉമ്മ, അബൂബക്കർ മഹാനായിട്ടുള്ള റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വർഷത്തിലൊരുക്ക ഞങ്ങളെ ഭൂമിക്ക് ഇറങ്ങി പണ്ട് ഞങ്ങളെ മുട്ട പണ്ട് ഏത് നാളിലിട്ടാവുമ്പോ കേൾക്കുമ്പോ ലൈലത്തുൽ ഖദ്ർ ജാവുലോ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക ചൊന്നു കൊടുക്കടോ. അബൂ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലായികത്തുൽ കിറാമെല്ലാം ഇറങ്ങി പണ്ട് ഗണിക്കത്തെ ഒരു ജാവുമായിട്ട് ഇക്കടെ മാത്രമല്ല അങ്ങനെ ഞങ്ങളെ സമാധാനത്തുക്ക് വേനായിട്ട് ദുആ ഇറക്കുവാർ, ഞങ്ങളെ ഔത്തുക്ക് വരുവാർ, ഞങ്ങളെ മജ്ലിസുക്ക് വരുവാർ, ഞങ്ങൾ ഉള്ളിൽ നല്ല നല്ല ഞങ്ങൾ ഈ ബാത്തെടുക്കി ജാഗയെല്ലാം അങ്ങ് എത്തുവാറുണ്ടായിട്ട് ഇക്കിടാറ് മാത്രമല്ല ഞങ്ങൾക്ക് അങ്ങ് സലാം ചൊല്ലുവാർ, ഞങ്ങൾക്ക് അങ്ങ് മുസാഫഹത്താക്കുവാറായിട്ട് മഹാന്മാർ ഞങ്ങൾക്ക് പടിപ്പാടി തണ്ടാൽ അങ്ങ് മുസാഫഹത്തായക്കേണ്ട കണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം ഞങ്ങളെ ശരീരത്തിലെല്ലാം ഒരു ഫീലിംഗ് ഉണ്ടാവുണ്ട്. മഹാന്മാർ ഞങ്ങൾക്ക് പടിപ്പാടി ഞങ്ങളെ ആ രോമങ്ങൾ എഞ്ചി നിൽക്കട പോലെ അതേപോലെ ഞങ്ങളെ മനസ്സിലെ എന്തോ ഒരു ധിന്ന ഞങ്ങളുടെ ശരീരത്തെ എന്തോ ഒരു ധിന്ന പോയ പോലെ മനസ്സ് എന്തോ ഒരു റിലാക്സ് കിട്ടിയ പോലത്തെ എനിക്കത്തെ അവസ്ഥകളെല്ലാം ഉണ്ടാവും. മാത്രമല്ല അണ്ടത്തെ ആ ഒരു ജാവുല് റബ്ബിടെ പേടിച്ച് നല്ലോണം ഉൾപ്പെടുകൂ അവനക്ക് സാധ്യമാവും. ഇതെല്ലാം ഈ മലായികത്തുൽ കിറാമിന്റെ മുസാഫഹത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണേണ്ട മഹാന്മാർ ഞങ്ങൾക്ക് പടിപ്പാടി തന്നെ ഗണിക്കത്തെ ആ ഒരു വിഷയമായിട്ട് ഇക്കടെ. അപ്പോൾ മലായികത്തുൽ കിറാം ഇറങ്ങി വണ്ട് ഗണിക്കത്തെ ആ ഒരു ജാവും കൂടിയായിട്ട് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ജാവും ചൊല്ലത്. പിന്നെ എന്തരായിട്ട് ലൈലത്തുൽ ഖദ്ർ എപ്പായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എപ്പാണ്ട് പടച്ച റബ്ബ് അത് ചൊന്നുകൊടുത്തതായിട്ട് അറിയിച്ചു കൊടുത്തേണ്ടിക്കത്തെ വിഷയമായിട്ട് ആ ഒരു വിവര സ്വഹാബത്തുൽ കിറാമുക്ക് ചൊന്നുകൊടുക്കുവാനായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പറമ്പായിട്ട് രണ്ട് സ്വഹാബത്ത് എന്തോ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള തർക്കത്തിൽ ഇങ്ങനെ ഉള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ശ്രദ്ധ ആ ഒരു തർക്കത്തുകായിട്ടാകുമ്പോ ആ ഒരു ലൈലത്തുൽ ഖദ്ർ എപ്പാൻ ചൊല്ലിക്കത്തെ ആ ഒരു വിവര ആ ഒരു ഇൽമ് പടച്ച റബ്ബ് എടുത്താണ്ടായിരിക്കട്ടെ. അത് അസാ അൻ യകൂന ഖൈറൻ ലക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത് നന്റെ ആ ഒരു ലൈലത്തുൽ ഖദ്ർ എപ്പാൻ ചൊല്ലിക്കത്തെ ആ ഒരു വിവര നഷ്ടപ്പെട്ടത് അത് ഗുന്താവാത്തത് അത് ഒരു ഖൈറായിരിക്കും. കാണണ്ടേ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ എപ്പാണ്ട് ഗുന്തിന്നുണ്ടെങ്കിൽ അണ്ടത്തെ നാൾ മാത്രം നിങ്ങൾ എന്താക്കാൻ നോക്കിയിട്ട് ഈ ഭാഗത്തെടുക്കാൻ തർ. അപ്പോൾ എപ്പാണ്ട് ഗുന്തല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കോ അതൊക്കെ വേനായിട്ട് നല്ല അധ്വാനമായിട്ട് നിങ്ങളെ ഭാഗത്തിൽ ഉണ്ടാവേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു തന്നെ എനിക്ക് എത്ര വിഷയമായിട്ട് ഏതുപോലെ ഞങ്ങളെ മരണ ഞങ്ങൾക്ക് എപ്പാണ്ട് ഗുന്തില്ലല്ലേ അതേ സമയത്ത് മരണ എപ്പാണ്ട് ഗുന്തിന്നേന്ന് കണ്ടെങ്കിൽ ആ മരണത്തുക മുട്ടാമോ മനുഷ്യ ഈ ഭാഗത്തെടുക്കാത്ത നല്ലാവാത്ത മരണ എപ്പാണ്ട് ഗുന്തില്ലാത്ത കൊണ്ട് അതൊക്കെ ഒരുങ്ങവും ഈ ഭാഗത്തെടുക്കും നിങ്ങൾ സാധ്യമാവണുണ്ടായിരിക്കും. ഇതേപോലെ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് എപ്പാണ്ട് ഗുന്തില്ലാണ് കണ്ടെങ്കിലും അതൊക്കെ വേനായിട്ട് ധാരാളമായിട്ട് ഈ ഭാഗത്തെടുക്കും നിങ്ങൾക്ക് സാധ്യമാവുള്ളൂ. ഇനി ലൈലത്തുൽ ഖദ്ർ വിഷയത്തിൽ മഹാനായിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഏകദേശം 140 അഭിപ്രായമായിട്ട് ഈ ഒരു ലൈലത്തുൽ ഖദ്ർ എപ്പാൻ ചൊല്ലി എനിക്കത്തെ വിഷയത്തിലുള്ളൂ. അതിൽ വലിയ പ്രധാനപ്പെട്ട എനിക്കത്തെ അഭിപ്രായം എന്തിനാണെങ്കിൽ പരിശുദ്ധമായ റമദാൻ തിങ്കൾ അതിലും പ്രധാനപ്പെട്ട ഫലമായിട്ടുള്ള അഭിപ്രായം ആ റമദാന്റെ ലാസ്രപത്തിലായിട്ട് അതിലും റമദാന്റെ ലാസ്റ്റിലെ ആ ഒരു 21, 23, 25, 27 ഇങ്ങനത്തെ ജാവുലായിട്ട് കൂടി യാറെ സാധ്യത അതിലും 27 ജാവുക ആവുകയായിട്ട് ചുമ സാധ്യത ചൊന്ന എനിക്കത്തെ മഹാന്മാരെല്ലാം ഞങ്ങൾ കാണ്ട്. അപ്പോൾ 27 ജാവായിട്ട് വന്നുകൊണ്ടുള്ളത് ആ പരിശുദ്ധമായ ജാവുലി ലൈലത്തുൽ ഖദ്ർ ഗബേനായിട്ട് ധാരാളം ഞങ്ങൾക്ക് ഇബാദത്ത് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചാൻസ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ധാരാളമായിട്ട് ഇബാദത്ത് എടുക്കും ഞങ്ങൾക്ക് സാധ്യമാവണം. കാരണം ഇനി ഒരു ലൈലത്തുൽ ഖദ്ർ ഇനി റമദാൻ ഉള്ളമാ ചൊല്ലി എനിക്കത്തെ യാതൊരു ഗ്യാരണ്ടിയും ഞങ്ങൾക്ക് ഇല്ലാത്തതായിട്ട് കിട്ടിയ ഒരു 27 ജാവ് ഫുള്ളായിട്ട് ഹയാത്താക്കുവാനായിട്ട് പ്രയത്നമാക്കണം. ഇനി ലൈലത്തുൽ ഖദ്ർ ആയിട്ട് കണ്ടെങ്കിൽ അതാ ചില ലക്ഷണങ്ങളെല്ലാം അണ്ടത്തെ ജാവ് ശാന്തമായിട്ടുള്ള ഒരു സക്കീനത്ത് സുഖൂൻ്റെ ഒരു അവസ്ഥയായിട്ട് അണ്ടത്തെ എന്തൊരു ശബ്ദം നായുടെ ശബ്ദമാവട്ടെ ഇങ്ങനത്തെ ഏതൊരു ശബ്ദമിക്കല അതേപോലെ ഈ കടലിലെ ആ ഒരു സരടിക്കൽ അതിൻ്റെ ശബ്ദം പോലും കുറഞ്ഞിട്ടിക്കോ ഇതെല്ലാം മഹാന്മാർ ചൊല്ലും. മാത്രമല്ല അണ്ടത്തെ പോലുകോ അണ്ടത്തെ സൂര്യത്തെ വെളിച്ചത്തിക്ക് വലിയൊരു പ്രകാശം വലിയൊരു ചൂടെല്ലാം മിക്കലാൻ ചൊന്ന എനിക്കത്തെ മഹാന്മാരെല്ലാം ഉള്ള. അപ്പോൾ ഏതായിട്ടും ഇതെല്ലാം ഒരു ലൈലത്തുൽ ഖദ്ർ ആയിട്ട് കണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവട്ടെ മഹാന്മാർ നിങ്ങൾക്ക് പടിപ്പാടി തന്നെ എനിക്കത്തെ വിഷയം കൂടിയായിട്ട് ലൈലത്തുൽ ഖദ്ർ ആയിട്ട് കണ്ടെങ്കിൽ നാ എന്തരായിട്ട് ചൊല്ലുനായിട്ട് ആയിഷും റളിയല്ലാഹു അൻഹ കേട്ടിട്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാടി കൊടുത്ത ദിക്റായിട്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി
അന്നി റബ്ബേ നീനെ അഫു ചെയ്യണോ മാപ്പ് ചെയ്യണോ മാപ്പ് നിനക്ക് ഇഷ്ടമായിട്ട് ഇവിടെ ഫഅഫു അന്നി നക്ക് നീ മാപ്പാക്കണം. ഇതെല്ലാം ധാരാളമായിട്ട് ചൊല്ലുനായ ഗണിക്കത്തെ ഒരു ജാവും കൂടിയായിട്ട് ഇവിടെ മാത്രമല്ല നല്ലോണം ദ്വാർക്കാം ഇണ്ട് ഞങ്ങളെ ഗൾഫ് കൺട്രിയെല്ലാം പല ബേജാറിലായിട്ട് ഇവിടെ ഉള്ളത് ആർക്കും ഒരു നെമ്മതില്ലാത്ത ഗണിക്കത്തെ എത്രയോ മുസ്ലിമീങ്ങ ആക്രമിക്കപ്പെട്ട ഗണിക്കത്തെ ഈ ഒരു അവസ്ഥയിലായിട്ട് ഇവിടെ ഞങ്ങളുടെ ഗസലും അതേപോലെ പല മുസ്ലിം രാഷ്ട്രത്തിലും ഇണ്ട് കണ്ടുകൊണ്ടുള്ള വലിയ ദുഃഖത്തെ വാർത്തകളായിട്ട് ഇവിടെ വന്നുകൊണ്ടുള്ളത്. ചെറിയ ചെറിയ മക്കങ്ങ പോലും അതാ ആ ഒരു ബാമ്പിൽ പെട്ടിട്ട് പിടിഞ്ഞ് മരിക്കണ ഗണിക്കത്തെ കരഞ്ഞ് മരിക്കണ ഗണിക്കത്തൊരു അവസ്ഥ എല്ലാം ഞങ്ങളെ കണ്ടതിൽ കണ്ടുകൊണ്ടുള്ള ഗണിക്കത്തൊരു വിഷയമായിട്ട് ഇവിടെ മനസ്സറിഞ്ഞിട്ട് പ്രത്യേക ഇരിയത്തേൽ ജാവിൽ പ്രത്യേകമായിട്ട് എല്ലാ ടൈമിലും ഞങ്ങൾ ദ്വാർക്കുന്നു. പ്രത്യേകിച്ചും ഇരിയത്തേൽ ജാവ് അങ്കെല്ലാം പേനായിട്ട് പ്രത്യേകമായിട്ടും ഞങ്ങളെല്ലാം ദ്വാർക്കുന്നുണ്ടായിട്ട് ഇവിടെ റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതെല്ലാമായിട്ട് ലൈലത്തുൽ ഖദ്ർ വിഷയത്തിൽ ഞങ്ങളെല്ലാവരും അറിഞ്ഞിട്ടിക്കുണായ ഗണിക്കത്ത വിഷയമായിട്ട് ഇവിടെ ലൈലത്തുൽ ഖദ്റിൻ്റെ എന്തെല്ലാം ആക്കണുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചൊന്നിയടിക്കത്ത വിഷയമായിട്ട് ഇവിടെ അതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ ജാവ് ഞങ്ങൾ ഇബാദത്തെടുക്കുക ഹയാത്താക്ക റബ്ബ് തൗഫീഖ് തരട്ടെ. അതേപോലെ ഇന്നലെ ഞാൻ ചൊന്നതായിട്ട് ഇവിടെ നാണ് പഠിച്ച് ഗണിക്കത്തെ സാദിയാ ചൊല്ലി ഗണിക്കത്തെ സ്ഥാപനം അതേപോലെ ഞങ്ങൾ റിലീഫ് ഫണ്ട് നല്ലൊരു സഹായം കഴിഞ്ഞ റമദാനിൽ ചൊന്നിട്ടാകുമ്പോൾ നല്ലൊരു സഹായമായിട്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും തന്നത്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും നല്ലൊരു എമൗണ്ട് തന്നിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഇതായിട്ട് ഇവിടെ ഗൂഗിൾ പേ നമ്പർ ഇതൊക്കെ ഒരു നല്ല എമൗണ്ട് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എടുത്തോളൂ. പ്രത്യേകമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പേനായിട്ട് അവിടെ പഠിക്കണം മുത്തഅല്ലിമീങ്ങൾ ഞങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ദ്വാർക്കെടുത്തായിട്ട് ഇവിടെ റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന ആൾമാരെ കൂട്ടത്തിൽ റബ്ബ് ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല ഞങ്ങൾ പിടിച്ച നോമ്പ് നിസ്കാരം എല്ലായി മാത്തും റബ്ബ് കബൂലാക്കി തരുമാറാകട്ടെ. ചൊമ്മ നിലക്ക് സഹായിക്കോ സഹകരിക്കുകയോ ഇബാദത്തെടുക്കോ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.